الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നേരത്തെ വളരെ വിശദമായി തന്നെ രണ്ട് വീഡിയോകളിൽ യൂട്യൂബിലെ പരസ്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആഡ്സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് സഹോദരങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പല ഉപചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ ഹ്രസ്വമായി എന്നാൽ എല്ലാ തലങ്ങളും പരാമർശിക്കുന്ന രൂപത്തിൽ ഈ ഒരു മറുപടി നൽകുന്നത്. ഒരാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിനെ അയാൾ മോണറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അഥവാ അതിൽ നിന്നും വരുമാനമുണ്ടാക്കാനുള്ള യൂട്യൂബിൻ്റെ സംവിധാനത്തെ അയാൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 5 മാർഗ്ഗങ്ങളാണ് പണമുണ്ടാക്കാൻ യൂട്യൂബ് അയാളുടെ മുന്നിൽ വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അഡ്വർടൈസിങ് റവന്യൂ എന്ന് പറയുന്നത്. അഥവാ നമുക്ക് നമ്മളുടെ ചാനലിൽ പരസ്യങ്ങൾ നൽകുക വഴി വരുമാനമുണ്ടാക്കാം. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അത് പരസ്യം ചെയ്യാറുണ്ട്. ഇങ്ങനെ ഗൂഗിളിൻ്റെ ആഡ്സെൻസ് ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബ് വഴി അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഒക്കെ പരസ്യപ്പെടുത്തുന്നതിനായി ഈ കമ്പനികൾ യൂട്യൂബിന് പണം നൽകുന്നുണ്ട്. ഈ നൽകുന്ന പണത്തിൽ നിന്ന് ആ കമ്പനികളുടെ പരസ്യം നമ്മളുടെ ചാനലുകളിലും നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒരു വിഹിതം യൂട്യൂബ് നമുക്കും നൽകുന്നു. ഇതാണ് അഡ്വർടൈസിങ് റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെയുള്ള വിഷയം, ഈ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ പണമുണ്ടാക്കുമ്പോൾ ഈ പരസ്യങ്ങളിൽ ഇസ്ലാമികമായി നിഷിദ്ധമായ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. യൂട്യൂബ് കാണുന്ന ആർക്കും അറിയാം, സ്വാഭാവികമായും അതിൽ ധാരാളം നിഷിദ്ധമായ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള നിഷിദ്ധമായ കാര്യങ്ങളൊന്നും കടന്നു വരാതെ പരസ്യങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ എന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതായത് ഒരാൾക്ക് സെൻസിറ്റീവ് കാറ്റഗറീസ് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, ചില കാറ്റഗറികൾ സെലക്ട് ചെയ്യാം. പക്ഷേ അയാൾക്ക് എന്തു തന്നെയാണെങ്കിലും ചില കാറ്റഗറികളിലെ പരസ്യങ്ങൾ അയാൾക്ക് കാണിക്കണമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫുഡ്, അതല്ലെങ്കിൽ ട്രാവലുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ നമ്മൾ അനുവദനീയമാണ് എന്ന് കരുതുന്നതായ അനുവദനീയമായതായ കാറ്റഗറികൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് കാണിക്കപ്പെടുന്ന പരസ്യത്തിൻ്റെ കണ്ടൻറ്റ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന പരസ്യമാകാം, വാഹനവുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന പരസ്യമാകാം, അതുപോലെ തന്നെ ട്രാവലുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന പരസ്യമാകാം. പക്ഷേ അതിലൊരു പക്ഷേ ഇസ്ലാമികമായ വസ്ത്രധാരണമില്ലാത്ത സ്ത്രീ പുരുഷന്മാരുണ്ടാകാം, മ്യൂസിക്കുകൾ ഉണ്ടാവാം, മറ്റു പല കാര്യങ്ങളും അതിൽ കടന്നു വരാം. അപ്പോൾ ഈ കണ്ടൻറ്റ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചില സഹോദരങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് URL ബ്ലോക്ക് ചെയ്യുക വഴി ഇന്ന കമ്പനിയുടെ പരസ്യം എൻ്റെ ചാനലിൽ കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചുകൂടെ എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ചാനൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ കാണുന്നുണ്ട്. നമ്മളുടെ ചാനലിൽ പരസ്യങ്ങൾ കാണിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു സംശയം തീരുന്നതാണ്. അതായത് നമ്മളുടെ ചാനലിലൂടെ ആ ചാനലിലുള്ള ഒരു കണ്ടൻറ്റ് കാണാൻ വേണ്ടി വരുന്നൊരു പ്രേക്ഷകൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യം കൃത്യമായ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തുന്നതായ പരസ്യമാണ്. അതായത് ഏത് നാട്ടിൽ നിന്നാണോ ഒരാൾ കാണുന്നത്, അതുപോലെ തന്നെ അയാളുടെ പ്രായം, അയാളുടെ സെർച്ച് ഡാറ്റ, അയാളുടെ മറ്റു ഡാറ്റകൾ, ഇതുപോലെ തന്നെ അയാൾ കാണുന്ന കണ്ടൻറ്റുകൾ, ഇതിനെയൊക്കെ അപേക്ഷിച്ചുകൊണ്ടാണ് അയാളുടെ മുന്നിലേക്ക് പരസ്യം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനി യൂട്യൂബ് വഴി അവരുടെ പ്രോഡക്റ്റ് പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുമ്പോൾ അവരുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യും. ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ആളുകളാണ്, പുരുഷന്മാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് അല്ലെങ്കിൽ രണ്ടുപേരും ഉൾപ്പെടുന്നവരാണ്. ഇങ്ങനെ തങ്ങളുടെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സ്വാഭാവികമായും ഓരോ കമ്പനികളും യൂട്യൂബിലോ അതല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സെൻസ് വഴിയൊക്കെ അവരുടെ പരസ്യങ്ങൾ നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ചാനൽ വന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ, അയാൾ ഈ ടാർഗറ്റഡ് ഓഡിയൻസിലുള്ള ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായും അയാളുടെ മുമ്പിൽ ഈ പരസ്യം കാണിക്കപ്പെടും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, ഉദാഹരണത്തിന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ മുന്നിൽ കാണുന്നതായ പരസ്യങ്ങളായിരിക്കുകയില്ല ഇന്ത്യയിൽ നിന്ന് കാണുന്ന വ്യക്തിക്ക് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കാണുന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ പരസ്യങ്ങളാണ് നമ്മളുടെ ചാനലിലൂടെ സദാസമയവും കാണിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ കമ്പനികളെയും സെലക്ട് ചെയ്ത് അതിൻ്റെ പരസ്യം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി അങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ 24 മണിക്കൂറിനുള്ളിലെ യൂട്യൂബ് അത് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ, അത് ബ്ലോക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുവരെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിഷിദ്ധമായ കണ്ടൻസ് അതിൽ വരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇനി അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി വളരെയധികം ഉറപ്പുണ്ട്. ഇനി അത് ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് പ്രായോഗികമായി ആളുകളത് കാണുകയും വിലയിരുത്തുകയും ചെയ്യട്ടെ എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ പണമുണ്ടാക്കുന്നതായ അഡ്വർടൈസിങ് റവന്യൂ എന്ന് പറയുന്നത്, പരസ്യ സംവിധാനം ഓൺ ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്, തീർച്ചയായും അതിൽ നിന്ന് നിഷിദ്ധങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് നിഷിദ്ധം തന്നെയാണ്, ഹറാം തന്നെയാണ്. ഇനി പണമുണ്ടാക്കാനുള്ള രണ്ടാമത്തെ മാർഗ്ഗമായിട്ട് യൂട്യൂബ് നമ്മളുടെ മുന്നിൽ വെക്കുന്നത് യൂട്യൂബ് പ്രീമിയം റവന്യൂ എന്നുള്ളതാണ്. അതായത് യൂട്യൂബ് കാണുന്ന ആളുകൾക്ക് 2 രൂപത്തിലുള്ള അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന്, നമുക്ക് സാധാരണ നിലയ്ക്ക് യൂട്യൂബിലുള്ള വീഡിയോസ് കാണാൻ നമുക്ക് പണമൊന്നും നൽകേണ്ടതില്ല. എന്നാൽ യൂട്യൂബ് പ്രീമിയം അക്കൗണ്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പണം നൽകിക്കൊണ്ടാണ് അവർ ഈ പ്രീമിയം അക്കൗണ്ട് വാങ്ങിക്കുന്നത്. അങ്ങനെ പ്രീമിയം അക്കൗണ്ട് വാങ്ങിച്ചവരായ ആളുകൾ, യൂസേഴ്സ്, അവർ നമ്മളുടെ വീഡിയോ കണ്ടൻറ്റ് കാണുകയാണ് എങ്കിൽ സ്വാഭാവികമായും യൂട്യൂബ് നമുക്കൊരു പ്രീമിയം റവന്യൂ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്രീമിയം കസ്റ്റമേഴ്സ് കാണുകയാണ് എങ്കിൽ അതിന് നമുക്ക് ലഭിക്കുന്നതായ റവന്യൂ ആണ് യൂട്യൂബ് പ്രീമിയം റവന്യൂ. ഇതിൽ യാതൊരു തെറ്റുമില്ല, ഇത് ഹലാലായ കാര്യമാണ്. കാരണം നമ്മളുടെ വീഡിയോ കണ്ടൻറ്റിനനുസരിച്ചാണ് ഈ പ്രീമിയം റവന്യൂ നമുക്ക് യൂട്യൂബ് നൽകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഹലാലായ കണ്ടൻ്റ് ആയിടത്തോളം കാലം നമുക്ക് ആ റവന്യൂ ലഭിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ചാനൽ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. നമ്മളുടെ ചാനലിന് ഏകദേശം 30,000-ഓളം അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ 30,000-ഓ അതിന് മുകളിലേക്കോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ നമുക്ക് എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ചാനലിൽ മെമ്പേഴ്സ് ആകുന്ന ആളുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് അതിലെ നന്മ കണ്ടിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആ വീഡിയോകൾക്ക് ഞങ്ങളൊരു സ്പോൺസർഷിപ്പ് പണം നിങ്ങൾക്ക് നൽകാം, ഒരു മെമ്പർഷിപ്പ് തുക നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്നതാണ് ഈ ചാനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മളുടെ മുൻകഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ വീഡിയോകൾക്ക് ആരെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ നല്ല കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്പോൺസർഷിപ്പ് എന്ന അർത്ഥത്തിൽ നമുക്ക് പണം നൽകുന്നുവെങ്കിൽ അതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം മെർച്ചൻഡൈസ് ഷെൽഫ് എന്നുള്ളതാണ്. അഥവാ യൂട്യൂബിലെ നമ്മളുടെ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ചാനൽ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാം. അപ്പോൾ ഈ മെർച്ചൻഡൈസ് ഷെൽഫ് വഴി ഉൽപ്പന്നങ്ങൾ കാണിക്കുകയും അവർക്ക് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. ഇവിടെ ഹലാലായ ഉൽപ്പന്നങ്ങളാണ്, 12ഓളം ഉൽപ്പന്നങ്ങൾ നമുക്കങ്ങനെ വിൽക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ മെർച്ചൻഡൈസ് ഷെൽഫ് വഴി ഹലാലായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് വരുമാനം കിട്ടുന്നുവെങ്കിൽ അതിലും യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യമാണ് സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ചാനലിൽ ഈ ഒരു ഫംഗ്ഷൻ അവർ എലോ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ചാറ്റും സ്റ്റിക്കേഴ്സും ഒക്കെ അവരുടെ ചില സബ്സ്ക്രൈബേഴ്സിന് അവരെന്ത് ചെയ്യും, പണം നൽകുകയാണെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് നൽകും, അതല്ലെങ്കിൽ പൊസിഷൻസ് നൽകും. അപ്പോൾ അവർക്ക് അവരുടെ കമൻസ്, അവരുടെ ചാറ്റ് അതെന്ത് ചെയ്യാം, ഏറ്റവും മുകളിൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് എല്ലാ രാജ്യങ്ങളിലൊന്നും ഇല്ല, ചില റീജിയൻസിൽ മാത്രമാണ് ഉള്ളത്. ഏതായാലും ഇതും സ്വാഭാവികമായിട്ട് കുഴപ്പമില്ലാത്ത സംഗതിയാണ്, അതിലും യാതൊന്നുമില്ല. എന്നാൽ നമ്മൾ പറയുന്നത് ഒരാൾ അഡ്വർടൈസിങ് റവന്യൂ അയാൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ അഡ്വർടൈസ്മെൻറ്റ്സ് ഹലാലായ അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കണം. അത് ഹലാലല്ലാത്തിടത്തോളം കാലം സ്വാഭാവികമായും ഹറാമായ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിഷിദ്ധമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അഡ്വർടൈസിങ് റവന്യൂ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്.
ഇനി യൂട്യൂബിൽ നിന്നല്ലാതെ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള രീതിയിൽ പണമുണ്ടാക്കുക എന്നുള്ളത്, ഇപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രേക്ഷകരിലേക്ക് അവരെ കാണിക്കുന്നു, സത്യസന്ധമായി നമ്മൾ അവർക്കത് ട്രേഡ് ചെയ്യുന്നു, പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ നമ്മളുടെ ചാനൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ള രൂപത്തിൽ നമ്മൾ മറ്റുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മീഷൻ ബേസിസിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങിയുള്ള സ്വാഭാവികമായ സാധാരണ നിലക്കുള്ള കച്ചവട രീതികളിലൂടെ പണമുണ്ടാക്കുന്നതിനും യാതൊരു തെറ്റുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞുവല്ലോ, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അം മിനൽ ഹറാം. ആളുകളുടെ മുന്നിൽ പണമുണ്ടാക്കാനുള്ള പല വഴികളും തുറക്കപ്പെടും. അപ്പോൾ ഒരു കാലഘട്ടം വരും, ആളുകൾ അവൻ സമ്പാദിക്കുന്നത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്നൊന്നും നോക്കുകയില്ല. അപ്പോൾ ഞാൻ ഈ സംസാരിച്ചിട്ടുള്ളത് അത് നോക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരിക്കലും എത്രത്തോളം പണം ഉണ്ടാകുന്നു എന്നതല്ല, എവിടെ നിന്നാണ് ആ പണം നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് ലഭിക്കുന്നത്, അതെനിക്ക് ഹലാലാകുമോ എന്നുള്ളത് തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരിശോധിക്കേണ്ടതായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.